ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ പാൻസിനൊക്കെ എങ്ങനെയാണ് സൈഡ് സ്ലിറ്റ് കൊടുക്കുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു മെറ്റീരിയലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ നോർമലി പാൻറ്റ് കട്ട് ചെയ്യാനായിട്ട് എങ്ങനെയായിരിക്കും ഫോൾഡ് ചെയ്യാം? ആദ്യം രണ്ടായിട്ട് മടക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും അതൊന്നും കൂടി ഒന്ന് മടക്കിയെടുക്കും. എന്നിട്ടാണ് നമ്മൾ പാൻസ് കട്ട് ചെയ്തെടുക്കാറുള്ളത്. അതായത് ഫസ്റ്റ് നമ്മളൊന്ന് ഫോൾഡ് ചെയ്യുക, എഗെയിൻ നമ്മളൊന്നുകൂടെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ അതൊരു 4 പീസായിട്ട് നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ ഇതിൻ്റെ ഷേപ്പ് വരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അതായത് മേൽഭാഗം എന്ന് പറയുമ്പം വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗമായിരിക്കും. ഇനി അത് നമ്മൾ ഏകദേശം ഞാനൊരു ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റ് അളവും കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് അതിൻ്റെ ഒരു ഷേപ്പ് വെച്ചിട്ട് ഞാനൊന്ന് വരച്ച് കാണിക്കാം. അപ്പം നമ്മൾ ഈ രീതിയിൽ മെറ്റീരിയൽ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഓൾറെഡി അതിൽ പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, മറ്റേ മെറ്റീരിയൽ വെച്ച് കാണിക്കുന്നതിലും കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനാണ് ഈ ഒരു രീതിയിൽ ഞാൻ കാണിച്ചു തരുന്നത്. ഇങ്ങനെ ഇപ്പോൾ 2 പീസായിട്ടായിരിക്കും നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ 2 സൈഡ് ഉണ്ടല്ലോ, ഈ 2 സൈഡുകളായിരിക്കും നമ്മൾ ആദ്യം ജോയിൻ ചെയ്യുക. നമ്മളത് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ നമുക്ക് മെറ്റീരിയൽ കിട്ടും. അതായത് പാൻറ്റിൻ്റെ ഏകദേശം ഒരു ഷേപ്പ് കിട്ടും. ഇനി ഈ ഒരു സൈഡ്, ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു സൈഡിലാണ് നമുക്ക് സ്ലിറ്റ് വരുന്നത്. അപ്പോൾ സ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ വരച്ചപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു സൈഡിൽ ചെയ്യുമ്പോഴത്തേക്കും 1/2 ഇഞ്ചിലാണ് നമ്മളവിടെ സ്റ്റിച്ച് ഇടേണ്ടത്. താഴ്വശത്തേക്ക് വരുമ്പോൾ നമുക്ക് 1 ഇഞ്ചിന് സ്ലിറ്റ് വരണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. നമുക്ക് നോർമലി ചുരിദാറിനൊക്കെ സ്ലിറ്റ് ചെയ്യുമല്ലോ, ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ശരിക്കുള്ള മെറ്റീരിയൽ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ആയിരിക്കും നമ്മൾ ആ ഒരു സ്റ്റിച്ച് ഇട്ട് കഴിയുമ്പോഴത്തേക്കും വരുന്നത്. ഇനി നമുക്ക് സാധാരണ ചുരിദാറിന് സ്ലിറ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നോർമലി നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റൊക്കെ ചെയ്യുന്ന കൂട്ട് തന്നെ ആ ഒരു സൈഡൊന്ന് പെർഫെക്റ്റായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ആ ഒരു 2 സൈഡ് നമുക്ക് അതുപോലെ തന്നെ കുറച്ച് സാവധാനത്തിൽ ചെയ്തെടുക്കണം, ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം. എന്നാൽ മാത്രമേ പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ആ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1/2 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് മടക്കിയിട്ട് ആ ഒരു സ്ലിറ്റിൻ്റെ കറക്റ്റ് ആ ഒരു തയ്യൽ വരുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ തന്നെ വെച്ചിട്ട് വേണം നമുക്കതൊന്ന് മടക്കിയടിച്ച് ഈ ഒരു രീതിയിൽ മടക്കിയടിച്ച് കൊടുക്കാനായിട്ട്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പകത്തേക്ക് ഇട്ടിട്ട് ഈ ഒരു വീതിക്ക് വേണം നമുക്ക് ആ ഒരു സ്ലിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പിടിച്ച് വെച്ചിട്ട് വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ മറുസൈഡും അതിൻ്റെ തന്നെ മറുസൈഡ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ആ ഒരു വീതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു മെറ്റീരിയലൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഒരു സൈഡിൽ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട്. ഞാനത് പിന്നീട് മാറ്റി ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്ലിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ.